നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പപ്പടപ്പുളിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ: പപ്പടം 10 എണ്ണം, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, ഉപ്പ്, കടുക്, എണ്ണ, പിന്നെ തേങ്ങ, കുറച്ച് ചെറിയ ഉള്ളി തന്നെ വേണമെന്നതിന് സബോള പറ്റില്ല. പിന്നെ കുറച്ച് പുളി ആവശ്യാനുസരണം, നിങ്ങളുടെ പുളിക്കനുസരിച്ച് നല്ല പുളിയുള്ളതാണ്, അതുകൊണ്ട് ഇവിടെ കുറച്ച് കറിക്ക് പുളി മുന്തി നിൽക്കണം. പിന്നെ ഒന്നാമത്തെ കാര്യം, ഈ പപ്പടപ്പുളിയിൽ കുറച്ച് പുളി കൂടി നിൽക്കും വേണം. അപ്പോൾ ആ പുളി പിഴിഞ്ഞ വെള്ളമാണിത്. അപ്പോൾ നമുക്ക് ആദ്യം തവി അടുപ്പത്ത് വെച്ച് ഉലുവയൊന്ന് വറുത്തെടുക്കാം. ഉലുവ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്നവരെ ഇളക്കുക. അച്ഛന് ഇളക്കണം പറഞ്ഞിട്ട് അച്ഛന് ഇളക്കണത് മതി. എടുത്തിട്ടില്ല, അതായിട്ടുണ്ട്. നമുക്ക് ബ്രൗൺ കളറായി, നമുക്കിത് മാറ്റാം. ഉലുവ വറുത്തെടുത്തതിന് ശേഷം വീണ്ടും പാൻ വെച്ചിട്ട് നമുക്ക് മുളക് തീ കുറച്ച് വയ്ക്കണേ. തീ നന്നായി ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നന്നായിട്ട് ഇളക്കുക. കരിഞ്ഞ് പോവരുത്, തീ കുറച്ച് വയ്ക്കുക, ഇളക്കുക. അപ്പോൾ നമുക്കിനി ചെറിയ ഉള്ളി അതൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് ചതയരുത്, ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അച്ഛനാണ് ഉള്ളി ചതച്ച് തരുന്നത് കേട്ടോ. ഞാൻ ചതച്ച് തരാം അമ്മ എന്ന് പറഞ്ഞിട്ട് അവനാണ് ചതയ്ക്കുന്നത്. വേഗം ചതക്കിട്ടച്ചു. ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവേവാൻ പാടും, നന്നായി ചതഞ്ഞ് പോവരുത്, ഇങ്ങനെ ഒന്ന് ചതയ്ക്കാനേ പാടുള്ളൂ. ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഉലുവ വറുത്തതും കൂടി ഇടുക. കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചിട്ട് അരയ്ക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അരഞ്ഞ് കിട്ടില്ല. വേണമെങ്കിൽ പിന്നെ വെള്ളം ഒഴിക്കുക. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അപ്പോൾ തേങ്ങ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അരച്ച് കൊണ്ടുവന്ന തേങ്ങയിലേക്ക് മുളകും മല്ലിപ്പൊടി വറുത്തത് ഇട്ടിട്ടുണ്ട്. ശേഷം മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ ഉപ്പിടുക. ഉപ്പ് ആവശ്യത്തിന് ആദ്യം കുറച്ചിടുക, ഒരുപാട് ഉപ്പ് ഇടരുത്. പപ്പടത്തിൽ ഉപ്പുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പിടുക, വേണമെങ്കിൽ പിന്നെ ഇടാം. ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളി ഉണ്ടല്ലോ, ആ പുളി വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മളിത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കണം. നിങ്ങളുടെ എത്രയാണോ നിങ്ങൾക്ക് കൊഴുപ്പ് വേണ്ടത്, ജ്യൂസ് വേണ്ടത്, അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർക്കുക. ഉപ്പ് എപ്പോഴും കുറച്ചിടുക. പപ്പടത്തിൽ ഉപ്പുള്ളതാണ്. ഞാൻ ഉപ്പ് നോക്കട്ടെ. പുളിയുണ്ട്, ഉപ്പ് കുറച്ച് കുറവുണ്ട്. പപ്പടം ഇട്ടതിന് ശേഷം നോക്കിയിട്ട് ഇടാം. ഇനി നമുക്കിതിലേക്ക് ചതച്ച ചെറിയ ഉള്ളി ഇടാം. നന്നായിട്ട് ഇളക്കുക. അപ്പം നമുക്ക് ആ നേരം ഗ്യാസ് കത്തിച്ചിട്ട്, അടിയിൽ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്, നിങ്ങൾക്ക് ഏത് എണ്ണ ഉപയോഗിക്കണമെങ്കിൽ ആ എണ്ണ ഒഴിക്കും. എണ്ണ ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി, നമുക്കതിലേക്ക് കടുകിടാം. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ആ കൂട്ടി വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിക്കും. കുറച്ചുകൂടി വെള്ളം ഒഴിക്കുക. ഇതിൽ ഉപ്പും പുളിയും എല്ലാം നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കുക. ഞാൻ പറയണു ഇപ്പോഴും കുറച്ച് പുളി മുന്തി നിൽക്കണം പപ്പടക്കറിയിൽ. അപ്പോൾ നിങ്ങളതിനനുസരിച്ചിട്ട് ചെയ്യുക. ഇതിപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഞാൻ പപ്പടം ഇട്ടിട്ട് നോക്കട്ടെ, എന്നിട്ട് ഉപ്പിടാം. അരപ്പൊക്കെ അവിടെ കിടന്ന് തിളയ്ക്കണ നേരം കൊണ്ട് നമുക്ക് തിളച്ച് വരട്ടെ. നന്നായി തിളയ്ക്കണം. ശേഷം നമുക്ക് പപ്പടത്തിന് പീസാക്കാം. പപ്പടം ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക്
ഏത് ഷേപ്പിൽ എങ്ങനെയാണോ വേണ്ടെങ്കിൽ അതുപോലെ. അപ്പം ഞാനിപ്പോൾ അതുപോലെ ചെറുതാക്കിയിട്ടാണ് മുറിക്കണത്. അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് വേണമെങ്കിൽ വലുതാക്കിയിട്ട് 4 ആക്കിയിട്ട് ഇടാം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇനി നമുക്കത് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതാ നമ്മുടെ അരപ്പ് ഇവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി പപ്പടം കാച്ചാം. ഇത്ര എണ്ണയൊന്നും ആരും എടുക്കണത്. രാവിലെ ഞാൻ പൂരി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി എണ്ണയാണ് കളയണ്ടെന്ന് വെച്ചിട്ട് അതിൽ ഞാൻ പപ്പടം വറുത്തെടുക്കുകയാണ്. നമുക്കിനി ഇത് ഇതിലേക്ക് എടുക്കാം. അപ്പോൾ പപ്പടം ഞാനെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അല്ല അച്ചു പപ്പടം എല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ അച്ചുത ഒരു പപ്പടം വറുത്തത് ഇന്നുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് അതിൻ്റെ ആ പച്ചമണമൊക്കെ പോയിട്ട് മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ ഒരു ഇതൊക്കെ കുത്തുമണമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് എനിക്ക് ഉപ്പ് വളരെ കുറവായിരുന്നു. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. കുറച്ച് എരിവും കുറവായിരുന്നു. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടു. അപ്പോൾ തിളച്ച് വന്നു. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് പപ്പടം ഇടാം. ഇട്ടിട്ടുണ്ട്. പപ്പടം ഇട്ടിട്ട് അപ്പം തന്നെ ഓഫ് ചെയ്യാം. ഇനി തിളയ്ക്കരുത്. ഓഫ് ചെയ്തു കേട്ടോ. കുറച്ച് നേരം അടച്ച് വയ്ക്കുക. തീ ഓഫ് ചെയ്തു. പപ്പടം ഇട്ട് കഴിഞ്ഞാൽ തിളപ്പിക്കരുത്. ആ ചൂടിൽ കിടന്നിട്ട് അത് വേവും. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ അടച്ച് വയ്ക്കുക. പപ്പടപ്പുളി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ഉള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. കുറച്ച് ചെറിയുള്ളിയും പുളിയും പിന്നെ പപ്പടവും എല്ലാം നമ്മുടെ വീട്ടിലുണ്ടാവുന്നത്. അത് വെച്ചുണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കുക. ബാക്കി അച്ചുമാളും പറയും. ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തണേ. എന്നാലേ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുള്ളൂ.